മാളവിക ബെന്നി കൂടി ചേരുന്നുണ്ട്. മാളവിക ബെന്നി, നോക്കൂ, കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോകുകയാണോ ബോബി ചെമ്മണ്ണൂർ? ബോബി ചെമ്മണ്ണൂരിന് അങ്ങനെ കൈയടിക്കാനും മാലയിട്ട് സ്വീകരിക്കാനും, അത് ബോബി ചെമ്മണ്ണൂരിന് മാത്രമല്ല, ഒരുപാട് ഇത്തരത്തിലുള്ള ആളുകൾ, അതായത് പുരുഷന്മാരെല്ലാം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പോരാട്ടം നയിക്കും, അത് കോടതിയെയും കൂടി ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ഇവരുടെ പോക്ക് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. എന്ത് തോന്നുന്നു താങ്കൾക്ക്? അല്ല, ഇവര് പുരുഷന്മാരുടെ വക്താക്കളെന്ന് ഒരിക്കലും, അത് ബോബി ചെമ്മണ്ണൂർ ആണെങ്കിലും ശരി, ഈ ചർച്ചയിലുള്ള മറ്റു സുഹൃത്താണെങ്കിലും ശരി, ഇവരൊന്നും പുരുഷന്മാരുടെ വക്താക്കന്മാരല്ല. ഇവരെല്ലാം പണത്തിന്റെയും അധികാരത്തിന്റെയും പുറത്തുള്ള അഹന്തയുടെ വക്താക്കളാണെന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതും കോടതിയുടെ മുന്നിൽ ആൾക്കാരെ അണിനിരത്തുന്നത് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അഹന്തയുടെ, അതായത് എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് എന്തുമാകാം എന്നുള്ള ഒരു അഹന്തയുടെ ഡിസ്പ്ലേ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിന് വളരെ കൃത്യമായിട്ട് കോടതി തന്നെ മറുപടി പറഞ്ഞതിലുള്ള വലിയ സന്തോഷം. അതായത് ഇവിടെ ഒരു നിയമമുണ്ട്, ഇവിടെ ഒരു ഭരണവ്യവസ്ഥ ഉണ്ട്, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ പൗരാവകാശങ്ങളുണ്ട്. അതിനാണ് നമ്മുടെ ഇടയിൽ മൂല്യമെന്ന കോടതി തന്നെ ഇത്രയും ഇതിൽ കൂടുതൽ സ്പഷ്ടമായിട്ട് അത് പറയാനില്ലാത്ത വാക്കുകളിൽ അത് പ്രകടിപ്പിച്ചതിൽ വളരെ വളരെ വലിയ സന്തോഷമുണ്ട്. ഇത്രയും നാൾ പറഞ്ഞ എല്ലാ ഹുങ്കിനും, ഇത്രയും നാളും പറഞ്ഞ എല്ലാ ആ ഡിക്ലറേഷനും എതിരായിട്ട് കോടതി തന്നെ ഇത്രയും ശക്തമായിട്ടുള്ള വാക്കുകളിൽ പ്രതികരിച്ചല്ലോ. ഇത് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു പ്രതീകമാണ്. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ത്രീകൾക്കെതിരെ ഡബിൾ മീനിങ് ആയിട്ടോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ എന്ത് അതിക്രമവും ചെയ്യാമെന്നുള്ള ആ ഒരു ബോധ്യത്തിനെ കൃത്യമായിട്ട് കോടതി ഇവിടെ പൊളിച്ചു കളഞ്ഞിരിക്കുന്നതാണ്. അവിടെയാണ് ഒരു സമസ്ത അപരാധം പറഞ്ഞ് കോടതിയുടെ മാപ്പിടിച്ച് ഞാൻ ഇനി നല്ല കുട്ടിയായിട്ട് സഞ്ചരിക്കാമെന്ന് പറയുമ്പോൾ ഈ ജയ് വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, പിന്നാലെ ജയ് വിളിക്കുന്ന ആളുകൾ, അവരൊന്നും ഇത് നേരിട്ടിട്ടില്ല, പക്ഷേ ഗ്യാലറിയിലിരുന്ന് സപ്പോർട്ട് ചെയ്യുന്നു, കൈകാര്യം ചെയ്യുന്നു. മാത്രമല്ല, ആ പെൺകുട്ടി നേരിടേണ്ടി വന്ന ഏറ്റവും ഹീനമായ അങ്ങേയറ്റത്തെ ആ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടായിരുന്നല്ലോ, അത് അല്പമെങ്കിലും കെട്ടുപോയത് കോടതിയുടെ ഇടപെടൽ കൊണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൂടിയുള്ള ശക്തമായ ഒരു താക്കീതല്ലേ ഇപ്പോൾ കേട്ടുവല്ലോ വട്ടിയൂർക്കാവ് അജിത്തിന്റെ പ്രതികരണം? അതെ, ഡെഫിനറ്റ്ലി അദ്ദേഹത്തിനെ എനിക്ക് അഡ്രസ് ചെയ്യാൻ പോലും താല്പര്യമില്ല. കാരണം അത്രയ്ക്ക് അറപ്പുളവാക്കുന്ന വാക്കുകളാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. അതായത് ഒരു 13 വയസ്സ് തൊട്ട് 5 വർഷം യാതന അനുഭവിച്ച ആ കുട്ടി എങ്ങനെ ചിത്രീകരിക്കാൻ പറ്റുന്നു? ഞാൻ വിചാരിക്കുന്നത് ബോബി ചെമ്മണ്ണൂറിന് ഇനി എന്താണ്, അദ്ദേഹത്തിന് മാന്യതയുടെ എന്തെങ്കിലും ഒരു ലാഞ്ചനയെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ഒരു അയോട്ടെങ്കിലും വിശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യരെ എന്താണ് അദ്ദേഹത്തിന് പൂമാലയിടാൻ അനുവദിക്കരുതെന്നാണ്. കാരണം അത്രയും വൃത്തികേട് ഇപ്പൊ മെയിൻ സ്ട്രീം ടിവിയിൽ വന്നിരുന്ന് എന്താണ് വിളിച്ചു പറയാൻ നാണമില്ലാത്ത രീതിയിലുള്ള മനുഷ്യരാണ്. അതായത് ഒരു പീഡോഫീലിയ കേസിൽ, ഒരു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന കേസിലെ മനുഷ്യരെ പോലും, അവർക്ക് പോലും എന്താണ്, അവരും പത്തനംതിട്ടയിലെ 64 അധമന്മാർക്ക് വേണ്ടിയും നിയമ പോരാട്ടം നാളെ നടത്തിയാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇല്ല, അവരും വെളിയിൽ വരുമ്പോൾ, ഇതുള്ള റിമാൻഡിലൊക്കെ വെളിയിൽ വരുമ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കുന്ന മനുഷ്യരാണ് ഇവർ. അതുകൊണ്ട് ഇവർ ഒരിക്കലും പുരുഷന്മാരുടെ വക്താക്കൾ എന്ന് നമ്മൾ വിളിക്കുകയേ ചെയ്യരുത്. കാരണം ഈ ലോകത്ത് നല്ല പുരുഷന്മാരായിട്ട് ഒരുപാട് പുരുഷന്മാരുണ്ട്. ഇവരൊന്നും ഒരു ഗേ റേപ്പിന് വേണ്ടി വാദിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്താണ്, കുഞ്ഞു ആളുകൾക്ക് അല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ള മെയിൽ ചിൽഡ്രനെതിരെ വരുന്ന കേസുകളിൽ ഇവർ നമ്മൾ കാണാറേ ഇല്ല. ഇവരല്ലെങ്കിൽ പുരുഷന്മാർക്ക് വരുന്ന അല്ലെങ്കിൽ ഇത്രയധികം മെയിൽ സൂയിസൈഡുകൾ നടക്കുന്ന ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിനെതിരെ ഒരു ശബ്ദം പോലും ഇവർ ഉയർത്തും നമ്മൾ കാണുന്നില്ല. എപ്പോഴും ഇതുപോലെ സെക്ഷൽ ക്രൈംസ് വരുമ്പോൾ, ലൈംഗിക അതിക്രമങ്ങൾ വരുമ്പോൾ അതിലുള്ള ആൾക്കാരെ പൂമാലയിട്ട് സ്വീകരിക്കാനും അവർക്ക് സോഷ്യൽ ആക്സെപ്റ്റൻസ് ഉണ്ടാക്കി കൊടുക്കാനും അതിലുണ്ടാകുന്ന വിക്ടിംസിനെ അല്ലെങ്കിൽ അതിലുള്ള അതിജീവിതമാരെ താഴ്ത്തിക്കെട്ടി കാണിക്കാനും മാത്രമാണ് ഇവരെ കൊണ്ട് ഉള്ള സൊസൈറ്റിക്കുള്ള ഉപകാരം എന്ന് പറയുന്നത്. എന്നാൽ പുഴുക്കുത്തുന്ന നമുക്ക് അടിവരയിട്ട് വിളിക്കാൻ പറ്റുന്ന മനുഷ്യരാണ്. അത് ഇവര് മാത്രമല്ല, ബോബി ചെമ്മണ്ണൂറിനെ ജയ് വിളിക്കുന്ന ഓരോരുത്തരും, അദ്ദേഹത്തിന് ഡബിൾ മീനിങ്ങിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഓരോ കൂട്ടരും, അതാണായാലും പെണ്ണായാലും ശരി. പിന്നെ അദ്ദേഹം ഒരുപാട് ചാരിറ്റി ചെയ്തിട്ടുണ്ടെന്ന് ഉള്ളത് ശരിയാണ്. ഇനിയും ചാരിറ്റി ചെയ്യാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പൊ അവരുടെ ജീവിതമാർഗം നിലനിർത്താൻ വേണ്ടിയാണ് ഇതിൽ പലവരും അവിടെ വന്ന് നിൽക്കുന്നത്. അതിൽ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ചിലവർ വന്ന് ഓപ്പൺ ആയിട്ട് പറയുക തന്നെ ഉണ്ട്. അതായത് ബോബി ചെമ്മണ്ണൂർ ഒരുപാട് ദിവസം അകത്ത് കിടക്കുകയാണെങ്കിൽ അവരുടെ ജീവിത മാർഗം മുട്ടിപ്പോകും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആൾക്കാർ വന്ന് അവിടെ നിന്ന് അദ്ദേഹത്തിന് ജയ് വിളിക്കുന്നത്. പക്ഷെ പൈസ ഉണ്ടെന്ന് പറഞ്ഞ് ചാരിറ്റി ചെയ്യുന്നെന്ന് പറഞ്ഞ് എന്തും ചെയ്യാം. ശരി, അങ്ങനെയുള്ള ഒരു ധാർഷ്ട്യത്തിന് കൂടിയുള്ള തിരിച്ചടിയാണോ ഇന്നത്തെ ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഇടൽ? അസാധാരണമാണ് നമ്മൾ ഇത്തരം കേസുകളിൽ കോടതി വീണ്ടും അത് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ വളരെ ഗൗരവത്തോടെ ഈ കേസ് കേൾക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിന് ഒരുപാട് സന്ദേശമുണ്ട്. നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന സാമാന്യ യുക്തിയുള്ള ആർക്കും ഇത് ദഹിക്കുന്ന കാര്യങ്ങൾ അല്ല എന്നുള്ളതാണ്.